അസ്സലാമു ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി മെത്തേഡിൽ കുനാഫൻ്റെ പോലെ ഒരു ഈസി മെത്തേഡിലുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് സേമിയനോ വളരെ തിന്നായിട്ടുള്ള സേമിയനോ അല്ലെങ്കിൽ കുനാഫയ്ക്കുള്ള ഡോ തന്നെ വേണമെങ്കിൽ അതോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുനാഫയ്ക്കുള്ള ഡോ ആണ്. അത് വാങ്ങാൻ കിട്ടും. അത് ചെറുതായിട്ട് പൊടിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഈ ഡോ പൊട്ടിച്ചിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും അതിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നന്നായിട്ട് എല്ലായിടത്തും പിടിച്ചതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി അതിലേക്ക് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് എല്ലായിടത്തും എത്തിക്കുക. സ്പ്രെഡ് ചെയ്യുക. എല്ലായിടത്തും ഈ നെയ്യും പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി ആവണം. അതിനുശേഷം ഒരു ഗ്ലാസ് ട്രേ എടുത്ത് അതിലേക്ക് പകുതി വറുത്ത് വെച്ചത് ഈ പകുതി ഇട്ട് എല്ലായിടത്തും ശരിക്കും പരത്തി വെക്കുക. പകുതി മാത്രം ഇട്ടാൽ മതി. അത് ശരിക്കും എല്ലായിടത്തും പരന്ന് കിടക്കണം. പാത്രത്തിൻ്റെ അടിയൊന്നും കാണാത്ത രീതിയിൽ ശരിക്കും സ്പൂൺ കൊണ്ട് ശരിക്കും നിരത്തി വെക്കുക. നന്നായിട്ട് എല്ലായിടത്തും പരത്തി വെക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് 2 കപ്പ് പാലൊഴിച്ച് അതിലേക്ക് പൗഡറും 2 ടേബിൾ സ്പൂൺ ഇട്ട് നന്നാക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. കട്ട കെട്ടാതെ വേണം ഇത് രണ്ടും ചെയ്യാൻ. ശരിക്കും നല്ലോണം ഇളക്കി കട്ടയില്ലാതെ യോജിപ്പിക്കണം. കുറച്ച് പാലെടുത്താൽ മതി. ഈ പാൽപ്പൊടി മാത്രം മിക്സ് ചെയ്യണതിൽ കുറച്ച് പാലെടുത്താൽ മതി. മറ്റേതിന് 2 കപ്പ് പാൽ വേണം. പിന്നെ ഒരു പാൻ അടുപ്പത്തിൽ വെച്ച് അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് 3 കപ്പ് പാലൊഴിക്കുക. പാലൊഴിച്ച് അതിലേക്ക് നല്ലോണം ഈ ഇളക്കി യോജിപ്പിച്ച് കസ്റ്റാർഡ് പൗഡറിൻ്റെ കൂട്ട് കുറേശ്ശെയായിട്ട് ഇളക്കുക. കുറുകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. സൈഡിലൊന്നും ഒട്ടി പിടിക്കാതെ നോക്കണം. നന്നാക്കി ഇളക്കി നല്ലോണം കുറുകിയതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര അതിലേക്കിട്ട് പാലിൻ്റെ ഈ കൂട്ടും അതിലേക്കിട്ട് യോജിപ്പിക്കണം. നല്ലോണം കുറുകി വരണം. അതിനുശേഷം നിരത്തി വെച്ച പാത്രത്തിലേക്ക് ഈ കുനാഫൻ്റെ ഡോ നിരത്തി വെച്ച പാത്രത്തിലേക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒഴിക്കുക. ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ പാത്രത്തിലെടുത്ത് വെച്ച ഡോ വീണ്ടും ഇടുക. ക്രീം തീരെ കാണാത്ത രീതിയിലാവണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ലെയറായിട്ട് വരാൻ വേണ്ടി വീണ്ടും ഒഴിക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഡോ ഇടുക. നല്ല ടേസ്റ്റിയായൊരു സ്നാക്സാണിത്. വളരെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. പെരുന്നാളിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. 2 മണിക്കൂർ നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അതിൻ്റെ മേലെ നട്ട്സൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇടാം. പിസ്ത, ഞാൻ ഇവിടെ ബദാമും പിന്നെ അണ്ടിപ്പരിപ്പൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിസ്ത ഇടാം. വേറെ എന്ത് ഇതുണ്ടെങ്കിലും അല്ലെങ്കിൽ ടേസ്റ്റിനൊക്കെ ഉള്ളതൊക്കെ ഇടാം. പിന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.